എല്ലാ ദിവസവും രാമായണം മുഴുവനായി ചൊല്ലാൻ കഴിയാത്തവർക്ക് ഏകശ്ലോക രാമായണം ചൊല്ലിയാൽ മതിയാകും. ഏകശ്ലോക രാമായണത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഭരതൻ ഹനുമാനോട് ചോദിച്ചു എന്നതാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത് കേട്ടോ. ഹനുമാനെ, എനിക്ക് രാമരാവണ യുദ്ധം നേരിൽ കാണാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ ആ കഥ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഭക്തശിരോമണിയായ ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ ആ കഥ വിവരിച്ചു എന്നാണ് പറയുന്നത്. ശ്രീരാമൻ വനവാസത്തിനായി പുറപ്പെടുന്നു. സ്വർണമാനിൻ്റെ രൂപത്തിൽ വന്ന മാരീചനെ വധിക്കുന്നു. രാവണൻ സീതാദേവിയെ അപഹരിക്കുന്നു. അതൊരു ദുരന്തമായി തീരുന്നു. സീതയെ രക്ഷിക്കാൻ ശ്രമിച്ച ജടായു മരിക്കുന്നു. രാമൻ സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അധർമ്മം ചെയ്ത ബാലിയെ വധിക്കുന്നു. വാനരസേനയോടൊപ്പം സമുദ്രം കടക്കുന്നു. ഹനുമാൻ ലങ്കയെ അഗ്നിക്കിരയാക്കുന്നു. അവസാനം രാവണനും കുംഭകർണന് വധിക്കപ്പെടുകയും ധർമ്മം വിജയിക്കുകയും ചെയ്യുന്നു. ഭക്തിയോടെ ഈ ശ്ലോകം ജപിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും ശ്രീരാമനെ സ്മരിക്കാനും സഹായിക്കുന്നു. കർക്കിടകത്തിൽ ഭക്തർ ഈ ശ്ലോകം ചൊല്ലാൻ ശ്രമിക്കുക. മുഴുവൻ രാമായണം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് നിത്യവും ചൊല്ലാം. എത്ര തിരക്ക് പിടിച്ചവരാണെങ്കിലും ഈ 4 വരി ശ്ലോകം നമുക്ക് ചൊല്ലാനായി സാധിക്കും. ജയ് ശ്രീരാം. ശ്രീരാമ ജയം. പൂർവം രാമതപോവനാധിഗമനം ഹത്വാ മൃഗകാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം.